സ്പോൺസർമാർ ആരാണ് പണം തരാമെന്ന് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോട് പറഞ്ഞത്? ഗവൺമെന്റിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് മന്ത്രിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധിപൻ എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയാണ്. കാരണം സംഗമത്തിന് അനുമതി ലഭിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ വന്നിരുന്നു, അതിൻ്റെ മേൽനോട്ടം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു അവിടുത്തെ മുഖ്യാതിഥി. ഉദ്ദേശിക്കുന്ന ആളൊന്നും അവിടെ എത്തിയില്ല. സംഗമത്തിന് വളരെയധികം സീറ്റുകൾ കാലിയായി കിടക്കുന്നത് കണ്ടു. പ്രതീക്ഷിച്ച ആളൊന്നും എത്തിയില്ല, പ്രതീക്ഷിച്ച പണവും വന്നില്ല. ഇപ്പം വലിയ സംഗമ വൃത്തത്തിൽ തന്നെയാണ് ആ ദേവസ്വം ബോർഡും അതിൻ്റെ കീഴിലുള്ള ദേവസ്വം കമ്മീഷണറും. കാരണം എങ്ങനെ കണക്കുണ്ടാക്കി കൊടുക്കും, എന്ത് കണക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അങ്ങനെ ഒരു സംഗമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വെറുതെ 3-3.5 കോടി രൂപ എന്തിന് ചെലവാക്കി?